Watch full episodes on Jio Hotstar. അവൻ ദേ നമ്മളെ കണ്ടിരിക്കുന്നു. ഇനി അവൻ പോയിട്ട് അവന്റെ ഫാമിലിയിലും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മളെ കുറിച്ച് പറയും. ഇവൻ കാരണം നമുക്ക് പ്രശ്നം കൂടാൻ പോവാ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, നമുക്ക് ഇവനെ തട്ടിക്കൊണ്ട് പോവാം. എന്താ, അവനെ നമുക്ക് പൊക്കാം. നീ പറഞ്ഞത് ശരിയാ. ഇവനെ അങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ. ഇവൻ എന്തായാലും നമ്മളെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ബാക്കിയും കൂടെ മനസ്സിലാക്കാനുള്ള അവസ്ഥ എന്താവും? ഒന്ന് വിട്ടേക്ക്. അവൻ പ്രശ്നക്കാരനാണെങ്കിൽ ഷൂ എന്തിനാ തിരിച്ചുകൊണ്ടെന്ന് വെക്കുന്നേ? അതാണ് അവന്റെ പ്ലാന്. ആദ്യം അവൻ ഇവിടെ ഷൂസ് വെച്ചു, എന്നാലല്ലേ അവന് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവരെന്താ ഈ ചെയ്യുന്നത്? ഇനിയിപ്പോ അവരെ ആൾക്കാരെ വിളിക്കാണോ? പക്ഷേ എന്തിനാ? എന്തത്? നിങ്ങളൊക്കെ ആരാ? ഇവിടെ എന്താ നടക്കുന്നത്? എനിക്ക് എന്താ തല കറങ്ങുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്നു? എനിക്ക് തല കറങ്ങാണെന്ന് തോന്നുന്നു. സ്റ്റോപ്പ്! ഇത് ശിവയുടെ മെസ്സേജ് ആണല്ലോ. ലുക്ക് അപ്പ്. ഫോളോ മീ. ഐ ആം ഇൻ ഡേഞ്ചർ. അവിടെ നോക്കൂ, അവിടെ ശിവ ഈസ് ഇൻ ഡേഞ്ചർ. യുടി, ലെറ്റ്സ് ഫോളോ ഹിം. ശിവയെ ആരാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? എനിക്ക് തോന്നുന്നു ഏലിയൻസ് ആയിരിക്കുമെന്ന്. ഹലോ ലിറ്റിൽ സർ, വേഗം വരൂ. എമർജൻസി. Yes, I am coming. Don't worry. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ലഡ്ഡു സിംഗ് സർ, ഇത് ഡയലോഗ് അടിക്കേണ്ട സമയമല്ല. കം ഫാസ്റ്റ്. Yes, ഞാൻ വരാം. ദാ ഇപ്പൊ എത്തുന്നേ. എന്താ പറ്റിയ രേവ? എന്താണ് ഒരു എമർജൻസി? ലഡ്ഡു സിംഗ് സർ, ദേ അങ്ങോട്ട് മുകളിൽ നോക്ക്. ഏലിയൻസ് നമ്മുടെ ശിവയെ കൊണ്ടുവന്നത് കണ്ടോ? ആദ്യം വന്ന് അവര് ശിവയെയാണ് പിടിച്ചിരിക്കുന്നത്. ഇനി നമ്മളെ ആയിരിക്കും അടുത്ത് പിടിക്കാൻ പോകുന്നത്. മനുഷ്യനോ അല്ലെങ്കിൽ ഏലിയനോ ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ വരെ എവിടെയെങ്കിലും ഒരു കിഡ്നാപ്പിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ കിഡ്നാപ്പിംഗ് സ്വയം അവന്റെ കൂട്ടുകാരോട് പറയും. കിഡ്നാപ്പിംഗ് മതിയാക്കാം, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് സൈക്കിള് വിട്ടോ, എന്നിട്ട് പെട്ടെന്ന് എന്റെ ബൈക്കിൽ കയറി ഇരിക്കേ. അതാ ശിവ അവിടെയുണ്ട്. വേഗം പോകൂ. കിങ്, ഇവൻ ഒളിഞ്ഞിരുന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ നമ്മളെപ്പറ്റി ആരോടും പറയാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇവനെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നത്. സത്യം പറയുവാണെങ്കിൽ ഇവന്റെ കഥ അവസാനിപ്പിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഞാൻ ആരോടും നിങ്ങളെ കുറിച്ച് പറയില്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആരാ, എവിടുന്നാ വന്നിരിക്കുന്നത് ഞാൻ അറിയണമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്നെ വിശ്വസിക്കൂ. ഇവനീ പറയുന്നത് നുണയാണ്. ഈ നിമിഷം തന്നെ ഇവന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. എല്ലാവരും ഒന്ന് സമാധാനമായിരിക്കും. ഇവൻ എന്താ പറയുന്നെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ശിവ, നീ പേടിക്കരുത്. ലഡ്ഡു സിംഗ് ഇതാ എത്തിക്കഴിഞ്ഞു. കിങ്, ഇത് കണ്ടില്ലേ? ഇവന്റെ സുഹൃത്തിനെയും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അവനെ വിടരുത്. പിടിക്ക്. ലഡ്ഡു സിംഗ് സർ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. നമ്മൾ ഇവരുടെ ഒപ്പം വഴക്കിടണ്ട. ഇവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ കൊതു കടിച്ചു. ഇതെന്താ ശിവ? എന്റെ ചുറ്റും ഈ നിൽക്കുന്നതെല്ലാം എനിക്ക് ഇതെല്ലാം വളരെ വലുതായിട്ടാണല്ലോ കാണുന്നത്. എന്താ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ മാറുന്നത്?
അയ്യോ ലഡു സിംഗ് സാർ, ഇങ്ങനെ ചുറ്റിലും നോക്കുന്ന നിർത്തിയിട്ട് ആദ്യം നിങ്ങൾ തന്നെ നോക്കൂ. നിങ്ങൾ ചെറുതായിരിക്കുകയാണ്. എനിക്കിപ്പോ എന്താ സംഭവിച്ചത്? പറയൂ, എന്താ സംഭവിച്ചേ? നിങ്ങളൊക്കെ എന്തായി ചെയ്യുന്നത്? എന്ത് പറ്റി ശിവ? റൺ, വേഗം റൺ. ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല. ടൈനി മാൻസ്, എല്ലാവർക്കും സുഖല്ലേ? അല്ല, ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരടിപൊളി കോളനിയല്ലേ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ടാ നിങ്ങൾ സുഖിച്ചു കഴിയുന്നേ. ഇനി കുറച്ചു ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും ഇതാ ഇവിടെ ഉണ്ടാവും. അതിനുശേഷം ഈ ലോകത്തിൽ എന്റെ പേരും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകം മുഴുവനും എന്റെ കാൽപാദങ്ങളിലായിരിക്കും. അതുവരെ നമ്മളെല്ലാവരും സമാധാനത്തോടെ വേണം ഇവിടെ കഴിയാൻ. അതിനുശേഷം ശക്തി നമ്മളോടൊപ്പം മാത്രമായിരിക്കും. ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. ഇവിടെ മുഴുവനും ചുറ്റിനും തുളസിയുടെ കളിയാണല്ലോ. അതിന്റെ മുകളിൽ വട്ടത്തിലൊരു ഫ്രെയിം കാണുന്നില്ലേ? അതിനകത്ത് ഒരു ഹിഡൻ നെറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആരെങ്കിലും ആ തുളസിയുടെ മുകളിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ആ ഹിഡൻ നെറ്റ് പെട്ടെന്ന് നിങ്ങളെ വന്ന് പിടിക്കുന്നതായിരിക്കും. അതോടെ അവരുടെ പണി തീരും. അവര് പിടിച്ചോണ്ട് പോയി അവരെ എവിടെ വെച്ചിരിക്കുന്നേ? അറിയില്ല. ആ ആൾക്കാരെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ അത്രമാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ പ്രശ്നം വ്യത്യസ്തമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരുമായി തിരികെ പൊക്കോളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും പ്ലാൻ ചെയ്ത് രാത്രി സമയത്ത് നിങ്ങളുടെ ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. ശിവ, ഞങ്ങൾ നിന്നെ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്നോട് ക്ഷമിക്കൂ സഹോദര, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. നോ ഹോട്ട് ഫീലിംഗ്സ് ബ്രോ. നോ ഹോട്ട് ഫീലിംഗ്സ്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എല്ലാവരും എങ്ങനെ ഞങ്ങളെ ചെറുതാക്കിയോ അതുപോലെ ഗുംനാം സിംഗിനെയും ചെറുതാക്കി പിടിക്കാമായിരുന്നല്ലോ. ഗുംനാം സിംഗ് എന്തോ ഒരു ആന്റിഡോട്ട് കണ്ടുപിടിച്ചിട്ട് അവനും അവന്റെ ആൾക്കാരൊക്കെ അത് കുടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ ചെറുതാക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓ സാരല്ല, ഇന്ന് രാത്രി നിങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. ഓക്കെ ശിവ. ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. അല്ല, ഇതെന്തായിരിക്കും ഇങ്ങനെ സോഫ്റ്റ്? ഏലിയൻസ് ആണോ ശിവ? ശരിക്കും ഏലിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ യൂഡേ, എപ്പം നോക്കിയാൽ നിനക്ക് ഏലിയൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന്റെ പുറകെ ഒന്ന് നോക്കാം. അങ്ങനെ എന്തോന്നാ പുറകില്? നിങ്ങളെല്ലാവരും ഈ രാത്രിയിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും വീടുകളിലേക്ക് പോ കുട്ടികളെ. കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇങ്ങനത്തെ ഡോഗ്സിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങളുടെ കമാൻഡോ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ, നിങ്ങൾ മാറി നിന്നോ. ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. കണ്ടോ ഡോഗീസ്, ഇത് കണ്ടോ? ഡോഗ് ഇങ്ങോട്ട് വന്നേ. വരാൻ. കഴിക്ക്, വേഗം കഴിക്ക്. കണ്ടല്ലോ,
സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ. മതി മതി, ഇനി എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല. ഇനി ഞങ്ങൾ അകത്തേക്ക് പോകാൻ അനുവദിക്കേ. എന്താ മനസ്സിലായില്ലേ? ബിസ്ക്കറ്റ് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ബിസ്ക്കറ്റ് നോ മോർ, നോ മോർ. ഓടിക്കോ. എന്നെ കടിക്കല്ലേ, വിടൂ, എന്നെ വിടാൻ. വേണ്ട വേണ്ട, ഞാൻ പോയിക്കോട്ടെ. എന്തിനാ എന്റെ പുറകെ എങ്ങനെ വരുന്നത്? എനിക്ക് പോണം. ലഡു സിംഗ് സാറേ, ഇതെന്താ നിങ്ങള് നായയെ പോലെ സംസാരിക്കുന്നത്? 4 ഡോഗീസ് ചേർന്ന് എത്രയാ കടിച്ചെന്നറിയോ? ഞാൻ മറന്നു, ഞാനിപ്പോ മനുഷ്യനാണോ അതോ ഡോഗി ആയി മാറിയോന്ന്. ലഡു സിംഗ് സർ, ഡോഗീസ് ഒക്കെ പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരിക്കാം. താങ്ക് യു ശിവ, എന്നെ ഓർമ്മപ്പെടുത്തിയതിന്. സത്യം പറഞ്ഞ എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഐഡിയ വിട്ടിട്ട് വേറെന്തെങ്കിലും അതെ, ഈ വിറ്റുകൾക്ക് എന്റെ വണ്ടിയെ ഓടിക്കാൻ പറ്റിയല്ലോ. ഓടിക്കോ. അതെ, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. രവ, അത് യുടി, നിങ്ങൾ എല്ലാവരും ആ ഭാഗത്തേക്ക് പോകും. ഞാൻ ഇവറ്റങ്ങളെ നോക്കിക്കോളാം. സോറി ഫ്രണ്ട്, എനിക്കിത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഡോണ്ട് വറി, നിങ്ങളുടെ ആൾക്കാർ വന്ന് നിങ്ങൾ രണ്ടുപേരെയും രക്ഷപ്പെടുത്തും. ഓക്കെ? ലഡു സിംഗ് സാറിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ലല്ലോ ശിവ. ലഡു സിംഗ് സാറിന് എന്ത് പറ്റി? ഇദ്ദേഹം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ലഡു സിംഗ് സാർ, ഒന്ന് നിൽക്കൂ. ലഡു സിംഗ് സാറേ, ബോധത്തിൽ വാ. നിങ്ങൾ മനുഷ്യനാണ്, മനുഷ്യൻ അല്ലാതെ ഒരു ഡോഗി അല്ല. ആ ഡോഗീസ് എല്ലാരും ചേർന്ന് വീണ്ടും എന്നെ എല്ലാ സ്ഥലത്തും കടിച്ച് മറന്നുപോയി. അവറ്റങ്ങള് മറന്നുപോയി ഇന്നലെ എന്റെ കൈ കൊണ്ടാണ് ബിസ്ക്കറ്റ് വാങ്ങി തിന്നതെന്ന്. ഞാൻ അവറ്റങ്ങളെ ഏതായാലും വെറുതെ വിടില്ല. അതെ 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 ലഡു സിംഗ് സാറേ, ഒരിക്കലും വിടരുത്. നിങ്ങൾ ആരാണെന്നുള്ള കാര്യം ശരിക്കൊന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കു സാർ. ആദി, അല്ലെങ്കിൽ 2 തവണ ഞാൻ കടി കൊണ്ടതാണ്. നീയാണെങ്കി എന്നെ 3ാമത്തെ തവണ അവറ്റുകളുടെ മുമ്പിൽ പറഞ്ഞാക്കണമെന്നാണ് വിചാരിക്കുന്നത്. അവറ്റുകൾക്ക് എന്നെ അറിയില്ല, പക്ഷെ നിനക്കെന്നെ അറിയാമല്ലോ. എന്റെ വേദന ഒന്ന് മനസ്സിലാക്ക്. ലഡു സിംഗ് സർ, ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ വേദനയും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ ടൈനി മാൻസിന്റെ കിങ്ങിനോട് പോയി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശിവ, എന്താ സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞോ അതുപോലെ തന്നെ ഗുംനാങ് സിംഗിന്റെ വീട് മുഴുവനും ഞങ്ങൾ അടിച്ചു പരുക്കി. പക്ഷെ ഞങ്ങൾക്ക് ആരും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അതെങ്ങനെ സാധിക്കും ശിവ? ഞങ്ങളുടെ ഒരുപാട് ആൾക്കാർ അവിടെ വെച്ചാണ് കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞതും ശരിയാണ്. ഒരു പക്ഷെ അവര് നിങ്ങളുടെ ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ആ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മൾ നേരിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി വേറെന്തെങ്കിലും വഴി ആലോചിക്കണം. ശിവ,
ഐ ഹാവ് an idea. നമ്മളും എങ്ങനെയെങ്കിലും ചെറുതായിട്ട് മാറി അവിടേക്ക് പോയാലോ? അപ്പൊ ഗുംനം സിംഗ് നമ്മളെയും അറസ്റ്റ് ചെയ്ത് അവരുള്ള സ്ഥലത്തേക്ക് തന്നെ അയക്കൂലേ? നിന്റെ ഐഡിയ നല്ല ഐഡിയ ആണ്. കിങ്, നിങ്ങൾക്ക് ഞങ്ങളെ വീണ്ടും ചെറുതായിട്ട് മാറ്റാൻ കഴിയുമോ? അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ ചെറുതാക്കിയ പോലെ? അതെ ശിവ, തീർച്ചയായും. നിങ്ങൾ ഈ വിത്തുകൾ വാങ്ങിച്ചോളൂ. ഇത് നിങ്ങളുടെ വായിൽ വെച്ചോളൂ. ഇത് എത്ര സമയം നിങ്ങളുടെ വായിനകത്ത് ഇരിക്കുന്നുവോ അത്രയും സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് ചെറുതാക്കി വെക്കാൻ കഴിയും. ഇനി വലുതാകണമെങ്കിൽ ഇത് വായിൽ നിന്ന് തുപ്പിയാൽ മതി. ശിവ, ഇനി നിങ്ങളെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ ഉയരവും വണ്ണവും നിറവും എല്ലാം ഞങ്ങളെ പോലെ ആയിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങളെ പോലെ പറക്കാനും കഴിയും. ലഡു സിംഗ് സർ, നിങ്ങൾ നോർമൽ സൈസിൽ പുറത്തിരുന്ന് നോക്കണം. എന്തെങ്കിലും എക്സ്ട്രീം പ്രശ്നം വന്നാൽ നിങ്ങൾ പോലീസ് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യണം. ഹോപ്പ്ഫുള്ളി അങ്ങനെയൊന്നും ആവശ്യം വരില്ലെന്ന് തോന്നുന്നത്. ഇപ്പൊ നീ തന്നെ ഇല്ലാന്ന് പറയുമ്പോ ഞാനും എന്തായാലും അവിടെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ആവശ്യം എന്തിനാ വേണ്ടി വരിക? നിങ്ങൾ ആരും എന്നെ ഓർത്ത് വിഷമിക്കണ്ട. പോകൂ, പറക്കൂ. ഇനിയും ഒരുപാട് ഗുണ്ടകൾ വരാൻ ചാൻസസ് ഉണ്ട്. ഞാൻ അവരെ തടയാം. ഈ കുട്ടി വരി വരിയായി എന്റെ എല്ലാ ആളുകളെയും അടിച്ചു പറപ്പിക്കുകയാണല്ലോ. ഈ കുട്ടിക്ക് ഞാൻ പേര് സമ്പാദിക്കുന്നത് ഒരിക്കലും തടയാനാവില്ല. ഇങ്ങനെ ബൈക്ക് ഓടിച്ചോണ്ടിരുന്ന നമുക്ക് ഈ ലോകം തന്നെ ചുറ്റി വരാം. കയ്യിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എറിഞ്ഞു കൊടുക്ക്. ഓടിക്കുന്ന ധൃതിയിൽ ഞാൻ അതൊക്കെ മറന്നുപോയതേ. ഇത്തവണ ഞാൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐ. ഐ. ഈ ഡോഗിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ബിസ്ക്കറ്റ് തിന്ന് തിന്ന് നമ്മളെ ചേസ് ചെയ്തോണ്ടിരിക്കാണല്ലോ. ഈ ഗുംനം സിംഗിന്റെ പേര് തീർച്ചയായും വർദ്ധിച്ചേ മതിയാവൂ. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റും ഗുണമക്കൾ. ഇതുപോലെയൊക്കെ നന്നായി സംസാരിച്ച് നിനക്കെന്നെ ഒരിക്കലും തടഞ്ഞു നിർത്താനാവില്ല കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇന്ന് പിടിച്ചോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഗുംനാം സർ, നിങ്ങൾ ഇവർക്ക് ചെയ്ത കാര്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേര് കിട്ടും. പക്ഷെ അത് നല്ല ഒരു പേരായിരിക്കില്ല, ചീത്ത പേരായിരിക്കും. ശിവ, ജയിലില് ഞാൻ ഇവനൊരു പുതിയ പേര് വെക്കുന്നുണ്ട്. ബദ്നാം സിംഗ്. അവിടെ ഇരുന്നോണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഈ ഡോഗുകൾക്കൊക്കെ നീ ബിസ്ക്കറ്റ് തിന്നാൻ കൊടുത്തോ? അവറ്റകൾക്ക് വലിയ സന്തോഷാകും. ഞാൻ ബിസ്ക്കറ്റും കൊടുക്കില്ല, കഴിക്കത്തുമില്ല. എനിക്കിനി ചീത്ത പേര് വേണ്ട. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ശിവ, നിനക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനി ഞങ്ങൾ പുതിയ തുളസി ചെടികൾ കൃഷി ചെയ്തേക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെടുത്തുനിന്ന് എന്തോ എടുത്തുവോ അത് നമുക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റാം. ഇവിടെ നിന്നും നോർത്തില് ഒരു മൗണ്ടൻ ഉണ്ട്. അവിടെ നിന്ന് എനിക്കൊരു സീക്രട്ട് സ്ഥലം അറിയാം. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആരും ശല്യപ്പെടുത്തില്ല. നിങ്ങളെ പ്ലാൻസും ആരും എടുത്തോണ്ട് പോവില്ല.
നിങ്ങൾ എല്ലാവരും പൊക്കോളൂ, ഞങ്ങൾ അവിടേക്ക് വരാം. വളരെയധികം നന്ദിയുണ്ട് ശിവ. ഞങ്ങൾ നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.